ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് AK ബാലൻ പറഞ്ഞിരുന്നു, മരപ്പട്ടി എലിപ്പട്ടിയൊക്കെ ആയി പോവാണ്ട് നോക്കിക്കോളാൻ. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? രാജസ്ഥാനിലെ ഒരു സീറ്റിൽ CPM ജയിച്ചത് കൊണ്ടാ. അതോടുകൂടി അവർക്ക് 3 സംസ്ഥാനത്ത് ലോക്സഭാ അംഗങ്ങളായി: കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ. ആ സീറ്റിൽ കഴിഞ്ഞ തവണ ആ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 30,000 വോട്ടാണ്. ആ സീറ്റിൽ കോൺഗ്രസ് ആ സീറ്റ് CPM-ന് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഒരു സീറ്റ് അവിടെ ജയിക്കാൻ സാധിച്ചതും അതുവഴി ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്താനും സാധിച്ചത്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് വേണം. അപ്പോൾ ആനി രാജയുടെ മത്സരത്തിന് എന്ത് പ്രസക്തി? ആനി രാജയുടെ പ്രസ്താവനയ്ക്ക് എന്ത് പ്രസക്തി? ഇന്ത്യയിൽ 2 മുന്നണികളാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം ഒരു ഭാഗത്തും ദേശീയ ജനാധിപത്യ സഖ്യവും. ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ സഖ്യവുമാണ്. ഇതിൽ പെടാത്ത പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഉണ്ടാകും, BRS ഉണ്ടാകും, ഒറീസയിലെ ബിജു ജനതാദൾ ഉണ്ടാവും. എന്തിന്? മമതാ ബാനർജി വരെ കോൺഗ്രസിനെ അവിടെ നാമാവിശേഷമാക്കി. ഏതാണ്ട് ആ പാവം അധീർ രഞ്ജൻ ചൗധരിയെ ഗുജറാത്ത് നിന്ന് ആളെ കൊണ്ടുവന്ന് തോൽപ്പിച്ചു. അപ്പോൾ ഇവര് എന്നാലും അവർ ഈ കോൺഗ്രസിന്റെ കൂടെയാണ്, അവരെ ഇന്ത്യ മുന്നണിയിലാണ്. അവരുടെ സീറ്റ്, അവരുടെ 29 സീറ്റും കൂടി ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഏത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 231 എന്ന് പറയുന്നതിൽ 29 എണ്ണം അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ച മമതാ ബാനർജിയുടേതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവുമില്ല. അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ പങ്കില്ല എന്ന രീതിയിലല്ല. കാരണം അവർക്ക് ധാർമ്മികമായ അവകാശമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കോൺഗ്രസുമായി ഇന്ത്യ മുഴുവൻ സഖ്യമുണ്ടാക്കുന്നു, കോൺഗ്രസിന്റെ സഹായത്തോടെ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നതിൽ എന്താർത്ഥം? എന്ത് മത്സരിക്കുന്നതിൽ എന്താർത്ഥം? അതുകൊണ്ട് CPI-യും CPM-ഉം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അഭിപ്രായത്തിൽ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ വയനാട്ടിൽ മത്സരിക്കേണ്ട എന്നാണ്. എന്തിനാ വയനാട്ടിൽ മത്സരിക്കുന്നത്? അവർ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കോ പിന്തുണ നൽകട്ടെ, അതാണ് നല്ലത്. മത്സരം ഇന്ത്യ സഖ്യവും NDA-യും തമ്മിലാണ്. BJP-യും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ മത്സരിക്കാം. പ്രസക്തി ഇല്ലല്ലോ. എന്ത് പ്രസക്തിയാ ഉള്ളത്? CPI-ക്ക് ആകെ 2 ലോക്സഭാ സീറ്റാണ്. രണ്ടും കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ജയിച്ചതാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? എന്തിനാ പൈസ കളയുന്നത്? എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നത്? അതുകൊണ്ട് വയനാട്ടിൽ CPI മത്സരിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. മത്സരിക്കേണ്ട, ഇടതുപക്ഷം മത്സരിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.